ജനം ടിവിയുടെ 17ാമത് വാർഷിക പൊതുയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ചാണ് യോഗം നടന്നത്. ജനം ടിവി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ള നിക്ഷേപകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനം മൾട്ടിമീഡിയ ലിമിറ്റഡിന്റെ 17ാമത് വാർഷിക പൊതുയോഗമാണ് തിരുവനന്തപുരം കോവളത്തെ ഉദയസമുദ്ര ഹോട്ടലിൽ നടന്നത്. ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ പറവറമ്പിൽ, പ്രഭാരി എ ജയകുമാർ, ഫിനാൻസ് ഡയറക്ടർ സുധാകരൻ പോളശ്ശേരി, CFO വിനോദ് വി നായർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് കാർത്തികേയൻ തുടങ്ങിയവർ ചേർന്ന് ദീപപ്രോജ്വലനം നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ പറവറമ്പിൽ ജനം ടിവിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. നമ്മളത്തെ ചാനലിൻ്റെ 10ാമത് വർഷം, പുതിയ സ്റ്റുഡിയോ, മറ്റ് മാറ്റങ്ങളെല്ലാം വരുന്ന ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ നമുക്ക് എടുക്കാം. ചാനലിന്റെ പുതിയ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതായിരുന്നു വാർഷിക പൊതുയോഗത്തിലെ ജനം ടിവി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാറിന്റെ വാക്കുകൾ. ഈ വർഷം നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ പല സ്ഥലത്തും നമ്മളിനി പ്രോഗ്രാം 2 ടയർ സിറ്റീസാണ് ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. എന്ന് വെച്ചാൽ എല്ലാവരും സിറ്റികളിലോട്ട് വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല. താഴോട്ടിറങ്ങി താഴേക്കുള്ള ചെറിയ ചെറിയ ടൗണുകളിൽ വേണം നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ. അപ്പോഴേ ആളുകൾക്ക് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് പറ്റും. ജനം ടിവി പകരുന്ന കുടുംബ സന്ദേശം ഓർമ്മിപ്പിക്കുകയായിരുന്നു ജനം ടിവി പ്രഭാരി എ ജയകുമാർ. ഇതൊരു അതാണല്ലോ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് അഭിസംബോധന ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞെന്താണ്, ജനം കുടുംബത്തിലെ അംഗങ്ങളെ എന്നാണ് അവർ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഒരാളുടെ അല്ല, ഇതൊരു കമ്പൈൻഡ് ജോയിൻ്റ് എഫർട്ടാണ്. നേരത്തെ സത്യേട്ടൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ആദർശത്തിന് വേണ്ടി തുടങ്ങിയ ചാനലാണ്. ഒരു ഫിലോസഫി, ഒരു ഐഡിയോളജി ഇതിൻ്റെ പിന്നിലുണ്ട്. സാമ്പത്തികമായി ആരെങ്കിലും കുറച്ച് പേര് പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലല്ല. ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനും നാടിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാനും രൂപീകരിച്ച ചാനലാണ്. ഫിനാൻസ് ഡയറക്ടർ സുധാകരൻ പോളശ്ശേരി പൊതുയോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. എന്തായാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനം വളരും. ഇന്നിവിടെ വന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഭാരവാഹികൾക്കും ഔപചാരികമായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജനം ടിവി CFO വിനോദ് വി നായർ അടക്കമുള്ളവരും പൊതുയോഗത്തിൽ സംസാരിച്ചു. Undertake the milestone we have achieved and the vision we share on behalf of the board of directors and the management team, I extend my gratitude for your continued faith, trust and support, which is much necessary for Janam TV to grow. The past year have been a period of both challenges and opportunities. Despite market dynamics, we have significant progress in strength of our foundation, driving innovations and creating long-term value for our investors. പൊതുയോഗത്തിന്റെ ഭാഗമായി Q&A സെഷൻ, പുതിയ ഡയറക്ടർമാരുടെ പ്രഖ്യാപനം തുടങ്ങിയവയും നടന്നു. യോഗത്തിന് ശേഷം ജനം ടിവിയുടെ ഉടൻ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന സ്റ്റുഡിയോയിലും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും നിക്ഷേപകരും സന്ദർശനം നടത്തി. ജനം, തിരുവനന്തപുരം.